ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ ഒരു കിടുക്കാച്ചി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ കേട്ടോ നമുക്ക് ചെയ്യാം. അപ്പോഴേ ഈ ഒരു സമയത്ത് ഈ ഒരു ചെറിയ തണുത്ത കാലാവസ്ഥയൊക്കെ അല്ലേ, ചൂടും തണുപ്പും ഒക്കെയുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു കിടക്കാച്ചി ആയിട്ടുമാണ് ഇന്ന് സുപ്പും കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെല്ലാവരുടെയും വീട്ടിലുണ്ട് ഈ ഇത്രയും കൂട്ടം സാധനങ്ങൾ കേട്ടോ. ഒരു 2-3 കൂട്ടം സാധനങ്ങൾ മാത്രം മതി. അപ്പോഴേ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുക. അത് എന്നെ കളിപ്പിക്കുക. നിങ്ങൾ എന്നെ ഇങ്ങനെ എന്നും നിങ്ങൾ പറഞ്ഞ് സുപ്പിയെ അടിപൊളിയാണ്, സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിപ്പിച്ചാൽ മതിയോ? എപ്പോഴേലും ഞാൻ കളത്തരം പിടിക്കും കേട്ടോ. എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട ആരും കേട്ടോ. ചെയ്ത് നോക്കണം. അപ്പോഴേ വേഗത്തിൽ നമുക്ക് അത് ഉണ്ടാക്കി നമ്മുടെ മുഖത്തിടാം കേട്ടോ. മേക്കപ്പ് എല്ലാം എടുത്ത് മാറ്റി കളഞ്ഞിട്ട് വന്ന് നമുക്ക് ഇതങ്ങോട്ട് പുരട്ടി കൊടുക്കാം. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ചോറൊക്കെ വയ്ക്കുമല്ലോ. അപ്പോൾ ആ കഞ്ഞിവെള്ളം നിങ്ങളെടുത്ത് ചെടിയുടെ മൂട്ടിലൊഴിക്കും. പശുമാമയുണ്ടെങ്കിൽ പശുമാമയ്ക്ക് കൊടുക്കും. ആടുമാമയുണ്ടെങ്കിൽ ആടുമാമയ്ക്ക് കൊടുക്കും. പിന്നെ പണ്ട് നമ്മളൊക്കെ കുടിക്കുമായിരുന്നല്ലേ, പണ്ട് നമ്മളൊക്കെ കുടിക്കുമായിരുന്നു ഉപ്പിട്ട് കഞ്ഞിവെള്ളം. ക്ഷീണത്തിന് നല്ലതാണെന്ന്. ഇപ്പം പിന്നെ ഷുഗറൊക്കെ കൂടുതലാണെന്ന് പറഞ്ഞ് കഞ്ഞിവെള്ളം എല്ലാവരും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാലും നമ്മളൊരു കുഞ്ഞുമാവൊക്കെ വരുമ്പം നമ്മുടെ അമ്മമാരൊക്കെ പറയും ഇത്തിരി കഞ്ഞിവെള്ളം എടുത്ത് കുടിക്കുക ക്ഷീണത്തിന് അല്ലേ. നമ്മൾ കുടിക്കും, സുപ്പും കുടിക്കും കേട്ടോ. ചില ദിവസം മക്കളും അത് കണ്ട് കൊതി വന്ന് അവരും കുടിക്കും കേട്ടോ. അപ്പോഴേ ഇന്നത്തെ കഞ്ഞിവെള്ളം നമ്മൾ ചെടിയുടെ മൂട്ടിലും പശുമാമയ്ക്കും ആടുമാമയ്ക്കും അവരൊന്നും ഇല്ലിവിടെ കേട്ടോ. എന്നാലും നമ്മുടെ സരസുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചു പറിച്ച് കുറച്ച് ഒരു സ്പൂൺ മതി. അതിന് സുപ്പും എടുത്ത് വെച്ചേക്കുന്നത് ഒരു ചരിപ്പ് ഇവിടെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കഞ്ഞിവെള്ളമാണ് ഞാൻ രാവിലെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് ഒന്ന് വെച്ചിരുന്നു, പന്നലാവണ്ടെന്ന് വിചാരിച്ച് കേട്ടോ. അപ്പോൾ ഇത്തിരി നേരമായി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ നമുക്ക് നല്ല തണുപ്പും ഒക്കെ കിട്ടുമല്ലോ. അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കഞ്ഞിവെള്ളം. അപ്പോഴേ കഞ്ഞിവെള്ളവും വേണം നമുക്ക്. ഓം ഗ്രീൻ കുട്ടിച്ചാത്ത പച്ചപ്പാല് വരട്ടെ. പച്ചപ്പാലും വന്നിട്ടുണ്ട്. ഓങ്ക്രീ കുട്ടിച്ചാത്തൽ നമുക്ക് പച്ചപ്പാൽ ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. പച്ചപ്പാൽ. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ കൂട്ടനെയാണ്. ഞാൻ പറഞ്ഞത് ഗ്ലിസറിൻ കൂട്ടൻ നമുക്ക് എല്ലാവർക്കും കേട്ടോ യൂസ് ചെയ്യാവുന്നതാണ്. വില പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഗ്ലിസറിൻ കൂട്ടനെയും ഞാൻ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു വൈറ്റമിൻ ഇ ക്യാപ്സൂള് ഇതിനകത്ത് ഇടാം. എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇടുന്നുണ്ടല്ലോ. ഈ ആഴ്ചയിലെങ്ങാണ്ട് ഞാനിതിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നമ്മുടെ ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂള് ഒഴിവാക്കി. ബാക്കി 3 വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾ ഈ ആഴ്ച ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇടാം കേട്ടോ. ഒരെണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ സുപ്പു ഏതോ ഒരു ദിവസം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇന്നിപ്പോൾ നമുക്കിത് ഞാൻ ഇടുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂടെ വെച്ച് നമുക്ക് ഇതങ്ങോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. കഞ്ഞിവെള്ളം വേണം, നല്ല കട്ട, അല്ലെങ്കിൽ തന്നെ ഇപ്പം നല്ല തണുത്ത കാലാവസ്ഥയിലേ. അപ്പം നല്ല കട്ട തൈരല്ല, നമുക്ക് കട്ട കഞ്ഞിവെള്ളം നമുക്ക് കിട്ടും. കട്ട കഞ്ഞിവെള്ളം ഞാൻ പിന്നെ അങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് തണുപ്പിന് വേണ്ടി എടുത്ത് വെച്ചതേ ഉള്ളൂ കേട്ടോ. 1 സ്പൂൺ മതിയടോ, 1 സ്പൂൺ മതി. അപ്പോഴത്തേ നമുക്ക് ആവശ്യത്തിന് പച്ചപ്പാൽ തന്നെ എടുക്കണം. നമ്മൾ കാച്ചിയ പാലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മുഖക്കുരു ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് നമ്മൾ പച്ചപ്പാൽ തന്നെ, തിളപ്പിക്കാത്ത പച്ചപ്പാൽ തന്നെ നമ്മൾ എടുക്കാൻ നോക്കണം. ആവശ്യത്തിന് എടുത്തു കേട്ടോ. ഇനി നമുക്ക് ഗ്ലിസറിനാണ് വേണ്ടത് കേട്ടോ. ഗ്ലിസറിനും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ വൈറ്റമിൻ ഇ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് ഏതോ ഒരു ദിവസം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനുണ്ട്. അത് അവനെ അങ്ങോട്ട് ഇടാം. കിറിക്കരുത് നീ കേട്ടോ. പിന്നെ ഞാൻ എടുത്തോളാം, ആവശ്യമുണ്ട്. നാളത്തേക്ക് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കേട്ടോ. കിറിക്കല്ലേ എൻ്റെ പൊന്നുവാന്, പിണങ്ങല്ലേ എന്നോട്. അപ്പോഴേ ഇവരെ 3 പേരെയും കൂടെ നമ്മൾ അങ്ങോട്ട് മിക്സ് ചെയ്യുന്നത് കേട്ടോ. കഞ്ഞിവെള്ളം വെറുതെ ആണെങ്കിലും നമ്മുടെ സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്താൽ നമ്മുടെ മുഖത്തിന് നല്ലതാണ്. ഈ ഒരു കാലാവസ്ഥയ്ക്ക് കേട്ടോ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ കഞ്ഞിവെള്ളം ഇത്തിരിയെങ്കിലും നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ ഒന്ന് സ്പ്രേ ചെയ്യാൻ നോക്ക് കേട്ടോ.
ഇതിപ്പോൾ ഇവരെ പച്ചപ്പാലോ അല്ലെങ്കിൽ ഗ്ലിസറിനോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ കഞ്ഞിവെള്ളം മാത്രമായിട്ട് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ മേക്കപ്പൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതങ്ങോട്ട് നമുക്ക് കോട്ടണോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇങ്ങനെ തൂത്ത് കൊടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നമ്മുടെ ഈ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയ ഇതൊക്കെയാണ് നമ്മളിപ്പം ചെയ്യുന്നത് കേട്ടോ. ഇത് പിന്നെ എന്താ വലിയ ഇതായിട്ടൊന്നും ഇരിക്കത്തില്ല, വെറുതെ സാധാ വെള്ളം മാതിരി. അതാ പറഞ്ഞ് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് കൊടുക്കാം. എനിക്ക് ആ സ്പ്രേ ബോട്ടിലും കൊണ്ട് എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ എപ്പോഴും നമ്മുടെ ഈ കൈ വെച്ച് ഇങ്ങനെ തൂത്ത് കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ. തൂത്ത് നമുക്ക് സാധാ പോലെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് 15-20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുടച്ച് മാറ്റാം. പച്ചപ്പാല് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. പച്ചപ്പാല് നമ്മുടെ മുഖക്കൂടി, നമ്മൾ ഈ മുഖക്കൂരിനെയും അല്ലാതുള്ള കേടുപാടുകളൊക്കെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ വേണ്ടാത്ത വയ്യാവേലികളൊന്നും നമ്മൾ ചെയ്ത് കൂട്ടുണ്ട്. അപ്പോഴാണ് പറയുന്നത് മുഖക്കൂരി പെട്ടെന്നുണ്ടാകാൻ സാധ്യതയുണ്ട് കാച്ചിയ പാലാകുമ്പോൾ. അപ്പോഴേ നിങ്ങൾ പച്ചപ്പാല് തന്നെ എടുത്തോളൂ. ഇടത്തൊക്കെ കവർ പാലൊക്കെ വാങ്ങിക്കത്തില്ലേ, അതൊക്കെ മതി കേട്ടോ. അതും ഒരു സ്പൂൺ കഞ്ഞിവെള്ളവും ഗ്ലിസറില്ലെങ്കിൽ വേണ്ട, നമ്മൾ അത് മാറ്റിയിട്ട് ഇത് രണ്ടായിട്ടും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഏത് പായ്ക്കാണെങ്കിലും നമ്മൾ കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ദിവസം കൊണ്ടൊന്നും നമ്മളിത് തേച്ചത് കൊണ്ട് ഒരു വ്യത്യാസവും വരത്തില്ല. പക്ഷെ കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ എന്നും എടുക്കുന്നതല്ലേ, നമ്മൾ എന്തോരം കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് കളയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് തണുത്ത കാലാവസ്ഥയ്ക്ക് ചെയ്യാൻ പറ്റിയ കിടു ഐറ്റമാണ്. ഇത് പിന്നെ നമുക്ക് ഭയങ്കര ഇതായിട്ട് നമ്മൾ മുഖത്തൊന്ന് കട്ടിക്കൊന്നും ഇരിക്കത്തില്ല, വെള്ളം മാതിരി തന്നെയാണ് ഇരിക്കുന്നത്. നല്ല വ്യത്യാസം കിട്ടും കേട്ടോ. നമുക്ക് മുഖത്ത് നല്ല കളർ കിട്ടാനും കരുവാളിപ്പ് മാറാനും എന്താ ഈ ചുളിവുകൾ മാറാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഈ കാലാവസ്ഥ നമ്മുടെ ശരീരം വലിച്ചു മുറുക്കും. കണ്ടിട്ടുണ്ടോ ചിലരുടെ കയ്യിലും കാലിലും മുഖവും ഒക്കെ സ്കിന്ന് വലിഞ്ഞു മുറുങ്ങുന്നത്, വരഞ്ഞിരിക്കുന്നത്, അതൊക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. ആ വലിഞ്ഞു മുറുകുന്നതൊക്കെ ഇപ്പം പിന്നെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് തേച്ചിട്ട് എന്തായാലും നടക്കത്തുള്ളൂ. വെറുതെ നമ്മളെ ഇട്ട് കൊടുത്ത് ചെയ്യണം കേട്ടോ. ഈ ഗുരുവിൻ്റെ ഉപദേശങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ, അതോ ഈ ഗുരുവിനെ വെറുതെ നൈസായിട്ട് ഒഴിവാക്കി വിടുകയാണോ? ശിഷ്യന്മാരെ അടി വാങ്ങിക്കും, എൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി വാങ്ങിക്കും. ശിഷ്യഗണങ്ങൾക്കൊക്കെ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ, പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ. പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട്, സത്യമോ എന്തോ എനിക്കറിയത്തില്ല, ഇവിടെ കവടിയാൻ നേരത്തും ഈ കള്ളം പറയുന്ന പിള്ളേർക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി കവടി ഞാനിവിടെ നിരത്തും. അത്ര ഉള്ളതിലല്ലോ, സത്യമാണോ അതാ ഇച്ചിരി കുഞ്ഞു കാലത്തരൊക്കെ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഓരോരുത്തർ കേട്ടോ. ഞാൻ നിരത്തുവേ കവടി. നമ്മുടെ കൈകളിലും കാലിലും ഒക്കെ ഇത് പുരട്ടി കൊടുക്കാം കേട്ടോ. നിങ്ങൾ കുളിക്കുന്നതിന് മുന്നായാലും മതി, കുളിച്ച് കഴിഞ്ഞിട്ടായാലും മതി. എന്തായാലും ഇപ്പം നല്ല കട്ടയായിട്ട് നമുക്ക് കഞ്ഞിവെള്ളം കിട്ടും കേട്ടോ. എനിക്കിന്ന് രാവിലെ നല്ല കട്ട കഞ്ഞിവെള്ളം കിട്ടിയത് വെള്ള ചോറിൻ്റെ കേട്ടോ. ഏതായാലും കുഴപ്പമില്ല കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. ചോറിൻ്റെ ആണെങ്കിലും വെള്ളം നമുക്ക് എടുക്കാം കേട്ടോ. തലയിലും ഒക്കെ നമുക്ക് ഒഴിക്കാം. അപ്പോഴേ നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് തുടയ്ക്കാം കേട്ടോ. അതുവരെ മിണ്ടരുത് കേട്ടോ. എൻ്റെ മുത്ത് വന്നു കേട്ടോ പായ്ക്കിടെ. വായോ, ഓടി വായോ, ഇട്ടുതരാം. ആണ്ട മുഖമൊക്കെ കരിവാളിച്ചിരിക്കും, ഓടി വാ. ഈ പായ്ക്കൊന്ന് ഇട്ടോളൂ. ഇതേ കഞ്ഞിവെള്ളം ആവശ്യത്തിന് എടുത്തു വെച്ചിട്ടുണ്ട്, പാൽ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്, ഗ്ലിസറിൻ കുട്ടനെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത സംഭവങ്ങളെല്ലാം എവിടെ പോയി? ഇപ്പം നമ്മുടെ ആ ഗ്ലിസറിൻ കുട്ടൻ മാത്രം ഇങ്ങനെ തിളങ്ങിയിരിപ്പുണ്ട് കേട്ടോ. മറ്റവർ രണ്ടുപേരും എവിടേക്കോ പോയി കേട്ടോ. അവർ നമ്മുടെ സ്കിന്നുമായിട്ട് അങ്ങ് കൂട്ടുകൂടും കേട്ടോ. പിന്നെ ആ ഗ്ലിസറിൻ കുട്ടൻ മാത്രം പാവം, അവ മാത്രം ഇങ്ങനെ തിളങ്ങിയിരിക്കും കേട്ടോ. ഇനി നമുക്ക് കഴുകിക്കൊണ്ട് വരട്ടെ കേട്ടോ. നമ്മുടെ ഗ്ലിസറിൻ കുട്ടൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ കഴുകിക്കൊണ്ട് വരാം കേട്ടോ.
പക്ഷേ ഇതാ നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കഴുകി തുടച്ചുകൊണ്ട് വന്നു കേട്ടോ. അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു കൂട്ടിൻ്റെ ഒരു ഇപ്പോഴും നമ്മൾ തുടച്ച് മാറ്റുവാണെങ്കിൽ അതിൻ്റെ ഒരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാവും, നല്ല സ്കിന്ന് നല്ല സോഫ്റ്റാവും. നമ്മൾ മസാജ് ഒന്നും ചെയ്തില്ല, പക്ഷേ എന്താണ് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയതുകൊണ്ടോ നമ്മൾ തൊടുമ്പം തന്നെ നമുക്ക് നന്നായിട്ടത് അറിയാൻ പറ്റും. കയ്യിലൊന്നും തേച്ചില്ല, തുണി തുടച്ചതേ ഉള്ളൂ കേട്ടോ. ഇതേ പപ്പടം ഞാൻ പറഞ്ഞില്ലേ, അന്ന് നമ്മൾ തോരൻ വെച്ചില്ലേ, വെളിയിൽ പോയി തോരൻ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പപ്പടം പോലെ പൊള്ളിയെന്ന്. കുപ്പികളായിട്ട് മെനഞ്ഞന്ന് രാത്രിയിൽ എങ്ങനെയോ അതിൻ്റെ തോല് ഇച്ചിരി ഒന്ന് പൊട്ടി. എന്തൊരു വേദന, അതേ അതും കൂടി ആറ്റിക്കോണം നടക്കുന്നത്. നന്നായിട്ട് വേദനയുണ്ട് കേട്ടോ. നല്ല നല്ല മാംസമുള്ള ഭാഗമല്ലേ. അപ്പോഴേ നല്ല കിടുക്കാച്ചി ഒരു ടിപ്പാണ് കാണിച്ചു തന്നത്. എല്ലാവരും ചെയ്ത് നോക്കണം, അടിപൊളി റിസൾട്ടാണ്. നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി. ഞാൻ എടുത്തു പറയുന്നത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയാട്ടോ, മടിക്കല്ലേ നിങ്ങൾ. സത്യമായിട്ട് നല്ല ഒരു ടിപ്പാണ് ചെയ്ത് കാണിച്ചത്. നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ കേട്ടോ. ഇത് നല്ല സോഫ്റ്റായി. ഞാൻ വീണ്ടും പറയുന്നത് ചെയ്ത് നോക്കണേ മക്കളെ. ആയിട്ടുമാണ് ഈ സൂപ്പ് കാണിച്ച് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മളിതൊക്കെ ചെയ്ത് കഴിയുമ്പോഴും ഉണ്ടല്ലോ നമുക്ക് സത്യമായി ചൂടിൻ്റെ നമുക്ക് എപ്പോഴും ഇങ്ങനെ തണുത്ത വെള്ളം വെച്ച് ഇങ്ങനെ തുണി വെച്ച് ഇങ്ങനെ തുടയ്ക്കാൻ തോന്നും. എനിക്കങ്ങനെ എപ്പോഴും തോന്നും കേട്ടോ. പക്ഷേ എപ്പോഴും ഞാൻ ചെയ്യത്തില്ല. പിന്നെ എപ്പോഴും നമ്മൾ മുഖം കഴുകിക്കൊണ്ടിരുന്നാൽ മതി കേട്ടോ. നമ്മൾ തണുത്ത വെള്ളം വെച്ച് നമ്മൾ മുഖം കഴുകിക്കൊണ്ടിരുന്നാൽ മതി. നമുക്ക് നല്ല ഇതാണ് കേട്ടോ. ഈ ചൂട് കാലാവസ്ഥയ്ക്ക് ചൂടൊന്നും ആയി തുടങ്ങിയില്ല കേട്ടോ, ഇച്ചിരിയൊക്കെ ആയതേ ഉള്ളൂ. അതിനാ സൂപ്പ് കിടന്ന് ഈ ബഹളം വയ്ക്കുന്നത്. അപ്പോഴും നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ.